സ്റ്റോറി ടൈം. പണ്ടൊരു കാട്ടിൽ ഒരു ദുഷ്ടനായ സിംഹമുണ്ടായിരുന്നു. അവൻ കണ്ണിൽ കണ്ട മൃഗങ്ങളെയെല്ലാം കൊന്നു തിന്നുമായിരുന്നു. മൃഗങ്ങളെല്ലാം അവനെ കൊണ്ട് പൊറുതിമുട്ടി. ഒടുവിൽ മൃഗങ്ങളെല്ലാം യോഗം ചേർന്ന് ഒരു പരിഹാരം കണ്ടുപിടിച്ചു. അവർ സിംഹത്തിനെ കണ്ടു പറഞ്ഞു, അങ്ങ് ഒരു ദയയുമില്ലാതെ മൃഗങ്ങളെ കൊന്നു തിന്നുന്നത് വളരെ കഷ്ടമാണ്. ദിവസം ഞങ്ങളിൽ ഒരാളെ മാത്രം തിന്ന് അങ്ങ് വിശപ്പ് മാറ്റണം. എല്ലാ ദിവസവും ഞങ്ങളിൽ ഒരാൾ വീതം അങ്ങയുടെ ഗുഹയിൽ ഭക്ഷണമായി എത്തിച്ചേർന്നുകൊള്ളാം. സിംഹം അത് സമ്മതിച്ചു. അങ്ങനെ പിറ്റേന്നു മുതൽ കാട്ടിലെ മൃഗങ്ങൾ ഓരോരുത്തർ വീതം എന്നും സിംഹത്തിന് ഭക്ഷണമായിക്കൊണ്ടിരുന്നു. അന്നു മുതൽ മൃഗങ്ങളെല്ലാം പേടി കൂടാതെ പുറത്തിറങ്ങി സഞ്ചരിക്കാനും തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. സിംഹത്തിന്റെ ഗുഹയിൽ ചെല്ലേണ്ടത് മുയലിന്റെ ഊഴമായിരുന്നു. മഹാസൂത്രക്കാരനായിരുന്നു ആ മുയൽ. ദുഷ്ടനായ സിംഹത്തിന്റെ കഥ കഴിച്ച് കാട്ടിലെ മൃഗങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ബുദ്ധിമാനായ അവൻ തീരുമാനിച്ചു. അപ്പോൾ അവനൊരു ബുദ്ധി തോന്നി. ഉച്ചയായിട്ടും മുയൽ സിംഹത്തിൻ്റെ ഗുഹയിൽ എത്തിയില്ല. സിംഹത്തിനാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ വയ്യ. അവന് ദേഷ്യം വന്ന് ഗർജിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇന്ന് ആരും വരാതിരിക്കുമോ? അവൻ ചിന്തിച്ചു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ തന്നെ മൃഗങ്ങളെയെല്ലാം ഒറ്റയടിക്ക് വകവരുത്തണം. അങ്ങനെ ചിന്തിച്ച് സിംഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വൈകുന്നേരമായപ്പോൾ മുയൽ പതിയെ സിംഹത്തിൻ്റെ ഗുഹയിലെത്തി. വിശന്ന് വലഞ്ഞിരുന്ന സിംഹത്തിനെ മുയലിന് കണ്ടപ്പോൾ കോപം ഇരട്ടിച്ചു. ഇത്തിരിയില്ലാത്ത നീയാണോ ഇന്നെനിക്ക് ഭക്ഷണമാകുന്നത്? അതും വൈകി. ഇത് കേട്ട മുയൽ പറഞ്ഞു, അയ്യോ പ്രഭു, വൈകിയത് എൻ്റെ കുറ്റമല്ല. ഇങ്ങോട്ട് വരുന്ന വഴി ഞാനൊരു ഭയങ്കരൻ സിംഹത്തിനെ കണ്ടു. മുയൽ ഭയം നടിച്ചുകൊണ്ട് പറഞ്ഞു, മറ്റൊരു സിംഹമോ? ഈ കാട്ടിൽ ഞാനല്ലാതെ വേറെ ഏത് സിംഹം? ഈ കാട്ടിലെ രാജാവ് അവനാണെന്നാണ് പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങയെക്കുറിച്ച് അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ ഉഗ്രമായി അലറിക്കൊണ്ട് പറഞ്ഞു, അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും അങ്ങയെ കൊല്ലുമെന്നും പറഞ്ഞു. അത് കേട്ട് സിംഹത്തിന് കോപമടക്കാനായില്ല. അവൻ അലറിക്കൊണ്ട് പറഞ്ഞു, വാ, ഇപ്പോൾ തന്നെ പോയി അവൻ്റെ കഥ കഴിച്ചേക്കാം. അതും പറഞ്ഞ് സിംഹം ചാടിപ്പുറപ്പെട്ടു. മുയൽ വഴി കാണിച്ചുകൊണ്ട് മുന്നിൽ നടന്നു. ഒരു പൊട്ടക്കിണറിൻ്റെ അടുത്തെത്തിയപ്പോൾ മുയൽ പറഞ്ഞു, നോക്കൂ പ്രഭു, ഇതിനകത്താണ് അവനുള്ളത്. സിംഹം അതിനകത്തേക്ക് നോക്കിയപ്പോൾ വെള്ളത്തിൽ അവൻ്റെ തന്നെ പ്രതിബിംബം കണ്ടു. അവൻ അത് മറ്റൊരു സിംഹമാണെന്ന് തെറ്റിദ്ധരിച്ചു. അവൻ ഉടനെ ഗർജിച്ചു. ആ ഗർജനത്തിൻ്റെ പ്രതിധ്വനി കേട്ടു. അത് കേട്ട് സിംഹം ഒന്ന് ഞെട്ടി. ഇത്ര ധൈര്യമോ? ഞാൻ ഭരിക്കുന്നിടത്ത് വന്ന് എന്നോട് യുദ്ധം ചെയ്യാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. ഇത്രയും പറഞ്ഞ് സിംഹം ആഴമുള്ള ആ കിണറ്റിലേക്ക് ഒറ്റച്ചാട്ടം. ആ ദുഷ്ടനായ സിംഹത്തിൻ്റെ കഥ അതോടെ കഴിഞ്ഞു. മുയലിന് സന്തോഷമായി. മുയൽ ഈ സന്തോഷ വാർത്ത മൃഗങ്ങളെയെല്ലാം അറിയിച്ചു. എല്ലാവരും പിന്നീടുള്ള കാലം സുഖമായി ജീവിച്ചു. ഇനിയും ഇതുപോലുള്ള കഥകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്ത കഥയിൽ വീണ്ടും കാണാം.